ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 ടുവേർഡ്സ് ന്യൂ ഹൊറിസോൺ എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ ലെസൺ ആയിട്ടുള്ള ദ ബോയ് ഹു ഹാർനസ്ഡ് വിത്ത് വിൻഡ് എന്ന് പറയുന്ന ലെസണിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സും അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആർ യു ഇൻസ്പയർഡ് ബൈ വില്യം സ്റ്റോറി? റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലെ ഒരു സെൻറ്റൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഐ വിൽ മേക്ക് എൻ ഇലക്ട്രിക് വിൻഡ്, വില്യം വിസ്പേർഡ് ടു ഹിംസെൽഫ്. അപ്പോൾ എന്താണ് വില്യത്തിനോട് തന്നെ പറയാണ് എന്ത്? ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്. ഞാൻ എന്തുണ്ടാക്കും? ഒരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കുന്നു വില്യത്തിനോട് തന്നെ പറയാണ്. നൗ ഇറ്റ്സ് യുവർ ടേൺ ടു മേക്ക് എ ഡിഫറൻസ് ഇൻ യുവർ കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താണ്? അപ്പോൾ വില്യം ഇങ്ങനെ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കിയപ്പോൾ എന്താണ്? അവിടെ ഒരുപാട് മാറ്റങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഐഡിയാസ് ക്യാൻ യു കോൺട്രിബ്യൂട്ട് ടു മേക്ക് യുവർ കമ്മ്യൂണിറ്റി എ ബെറ്റർ പ്ലേസ് യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്? താഴെയുള്ള ഹിൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റീനെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? അപ്പോൾ എന്തൊക്കെയാണ്? കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. വില്ലേജ് ലൈബ്രറി, ഗാർഡനിങ് പ്രോജക്റ്റ്, വില്ലേജ് ന്യൂസ് ലെറ്റർ, വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ്? ലെറ്റ്സ് ലുക്ക് ദ എക്സാമ്പിൾ ഗിവൻ. അപ്പോൾ ഒരു വില്ലേജ് ലൈബ്രറി മൂലം ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താം? ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഒന്നാണ് വില്ലേജ് ലൈബ്രറി. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ എന്താണ് ഒരു വില്ലേജ് ലൈബ്രറിയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതെങ്ങനെയാണ് ഹെൽപ്പ് ആക്കുന്നതും എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ബിൽഡ് എ സ്മോൾ ലൈബ്രറി ഇൻ ദ വില്ലേജ്. അപ്പോൾ എന്താണ്? വില്ലേജിലൊരു ചെറിയൊരു ലൈബ്രറി ഉണ്ടാക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ആൾക്കാരെ സഹായിക്കുക? കിഡ്സ് ക്യാൻ എൻജോയ് റീഡിങ് ഫൺ സ്റ്റോറീസ് ആൻഡ് ലേൺ എക്സൈറ്റിംഗ് ന്യൂ തിങ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയൊരു ലൈബ്രറി നമ്മുടെ വില്ലേജിൽ നമ്മൾ തുറന്നാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഫണ്ണായിട്ടുള്ള കഥകളൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻജോയ് ചെയ്യാനും പുതിയ പുതിയ എക്സൈറ്റിംഗ് കാര്യങ്ങൾ പഠിക്കാനും പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ്, പ്ലേസ് എ ബിഗ് ബോക്സ് ഫോർ വില്ലേജേഴ്സ് ക്യാൻ ഡൊണേറ്റ് ബുക്സ്. അപ്പോൾ എന്താണ്? അവിടെ ഉള്ള വില്ലേജേഴ്സിനൊക്കെ ബുക്സ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് സ്ഥാപിക്കുക. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? എവ്രി വൺ ക്യാൻ ഷെയർ ദെയർ ഫേവറേറ്റ് ബുക്സ് ആൻഡ് ഐഡിയാസ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഫേവറേറ്റ് ബുക്സും അതുപോലെ ഐഡിയാസും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് വില്ലേജ് ന്യൂസ് ലെറ്ററിൻ്റെ ഇതുപോലെ എഴുതി നോക്കാം. വാട്ട് ക്യാൻ വി ഡു? അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? സ്റ്റാർട്ട് എ വില്ലേജ് ന്യൂസ് ലെറ്റർ ടു ഷെയർ ന്യൂസ്, ഈവൻറ്റ്സ്, സെലിബ്രേഷൻ എക്സെട്ര റിലേറ്റഡ് ടു ദ വില്ലേജ്. അപ്പോൾ എന്താണ്? ഒരു ന്യൂസ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവണം? ന്യൂസും ഇവൻറ്റ്സും സെലിബ്രേഷനും വില്ലേജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെലിബ്രേഷനും ഒക്കെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് സഹായിക്കുക? ഹെൽപ്പ് ദ വില്ലേജേഴ്സ് ടു നോ അബൌട്ട് ദ ആക്ടിവിറ്റീസ് ആൻഡ് ചേഞ്ചസ് ഓഫ് ദാറ്റ് വില്ലേജ്. അപ്പോൾ എന്താണ്? അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസും അവിടെ വരുന്ന മാറ്റങ്ങളും ഒക്കെ ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വില്ലേജേഴ്സ് ടു ഷെയർ ദെയർ ഐഡിയാസ്, സ്റ്റോറീസ്, എക്സ്പീരിയൻസസ് എക്സെട്ര. അപ്പോൾ എന്താണ്? അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡിയാസും സ്റ്റോറീസും എക്സ്പീരിയൻസസും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് സഹായിക്കുക? മേക്ക് ദം മോർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആൻഡ് എവ്രി വൺ വിൽ ബി ട്രീറ്റഡ് ഈക്വലി. എന്താണ്? അപ്പോൾ അവരെ ഇത് ഒന്നും കൂടി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇനി നെക്സ്റ്റ് നമുക്ക്
എന്തിനെ കുറിച്ച് എഴുതാം? വില്ലേജ് ന്യൂസ് ലെറ്ററാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. ഇനി നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് എഴുതി നോക്കാം. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സെറ്റ് അപ്പ് സെപ്പറേറ്റ് ബിൻസ് ഫോർ റീസൈക്ലിംഗ്, കമ്പസ്റ്റ് ആൻഡ് വേസ്റ്റ്. അപ്പോൾ എന്താണ്? സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൻസ് പ്ലേസ് ചെയ്യുക, കമ്പസ്റ്റും അതുപോലെ വേസ്റ്റും ഇടാണ്. രണ്ട് ബിൻസ് തന്നെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ സഹായിക്കും? ഇറ്റ് കീപ്സ് ദ വില്ലേജ് ക്ലീനർ ആൻഡ് ടീച്ചേഴ്സ് സസ്റ്റൈനബിൾ ഹാബിറ്റ്സ്. അപ്പോൾ ഇതുമൂലം എന്താണ്? വില്ലേജിനെ ഒന്നും കൂടി ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഹാബിറ്റ്സ് പഠിപ്പിക്കാനും സഹായിക്കുന്നു. പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റും? അറേഞ്ച് മന്ത്ലി ക്ലീനപ്പ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതിലൂടെ എന്താണ്? മന്ത്ലി ക്ലീനപ്സ് ഉണ്ടാക്കുക. അപ്പോൾ അതിലൂടെ എന്താണ്? ബ്രിങ് ദ കമ്മ്യൂണിറ്റി ടുഗെദർ ആൻഡ് ഇംപ്രൂവ് ദ ലോക്കൽ സറൗണ്ടിങ്. അപ്പോൾ കമ്മ്യൂണിറ്റിനെ ഒരുമിച്ച് കൊണ്ടുവരികയും അതുപോലെ ലോക്കൽ സറൗണ്ടിങ്സ് ഇംപ്രൂവ് ആവുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ഗാർഡനിങ് പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? സ്റ്റാർട്ട് എ വില്ലേജ് ഗാർഡൻ. ദെൻ അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? പീപ്പിൾ വിൽ ഗെറ്റ് ഫ്രഷ് ആൻഡ് ന്യൂ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ എന്താണ്? ജനങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടും. അതെന്ത് ചെയ്യും? ജനങ്ങൾക്കിടയിൽ ഒരു സ്നേഹം ക്രിയേറ്റ് ചെയ്യാം, യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. ഇനി എന്താ? പ്രൊവൈഡ് എ ഹൈ ഈൽഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആൻഡ് സാപ്ലിങ്സ്. നല്ല ഈൽഡ് ആയിട്ടുള്ള നല്ല ഗുണമുള്ള എന്താണ് സാപ്ലിങ്സും സീഡ്സും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ സഹായിക്കും? ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് ബൈ പോവർട്ടി ക്യാൻ ബി റെഡ്യൂസ്ഡ്. നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, അങ്ങനെ നമുക്ക് ദാരിദ്ര്യം കുറക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ആക്ടിവിറ്റി, അതിൽ എ ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൻ ബിലോ. വാട്ട് ക്വാളിറ്റീസ് ഇൻ ദം അട്രാക്റ്റ് യു. അപ്പോൾ എന്താണ്? നമ്മുടെ സ്റ്റോറിയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എന്ത് ക്വാളിറ്റീസാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്തത്? അവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്? അപ്പോൾ ആദ്യം വില്യമാണ്. വില്യം എന്താണ്? ക്യൂരിയസ് ആണ്, ഡിറ്റർമിനൻ്റ് ആണ്, പിന്നെ എന്താണ്? ഇമാജിനേറ്റീവ് ആണ്, റിസോഴ്സ്ഫുള്ളാണ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ആർക്കുണ്ട്? വില്യത്തിനുണ്ട്. ഇനി വില്യത്തിൻ്റെ ഫാദറിനാണെങ്കിലോ അത് നല്ല സപ്പോർട്ടീവാണ്, ദെൻ പ്രാക്ടിക്കലാണ്, സെൽഫ് സാക്രിഫൈസിങ് ആണ്. പിന്നെ ഗിൽബർട്ട് ആൻഡ് ജോഫ്രി ആണെങ്കിൽ കുറച്ച് ലോയലാണ്, ഹെൽപ്ഫുള്ളാണ്, എൻകറേജിങ് ആണ്, എന്തൂസിയാസ്റ്റിക് ആണ്. അപ്പോൾ അവർക്കുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതന്നെ എഴുതണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഗിൽബർട്ട് ഹെൽപ്ഫുള്ളാണ്, ദെൻ അതുപോലെ ഹാർഡ് വർക്കിംഗ് ആണ്, ദെൻ അങ്ങനെ ഇവർക്കുള്ള 2-3 ക്വാളിറ്റീസ് അവിടെ എഴുതി കൊടുക്കുക. നമുക്ക് എന്ത് എഴുതാം? William is a creative boy who successfully made a windmill using materials collected from the junkyard. William's father is a supportive and practical man working restlessly for his family. Gilbert and Geoffrey are very hardworking and helpful companion of William. Okay, ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്. സം ഈവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൻ. റീഡ് ദം കെയർഫുള്ളി ആൻഡ് അറേഞ്ച് ദ ഈവൻറ്റ്സ് ഇൻ ഓർഡർ. റൈറ്റ് ദം ഇൻ ദ ഗിവൺ സ്പേസ് ബിലോ. അപ്പോൾ എന്താണ്? നമ്മുടെ സ്റ്റോറിയിൽ കുറച്ച് ഈവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി വായിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം? അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഹീ സോ ദ പിക്ചർ ഓഫ് എ വിൻമിൽ ആൻഡ് ഡിസൈഡഡ് ടു ബിൽഡ് വൺ. ഹീ ബിൽഡ് എ വിൻമിൽ ആൻഡ് യൂസ്ഡ് ഇറ്റ് ടു ലൈറ്റ് എ ബൾബ്. Without food, Malavi began to starve. He found a library and learned about science. William collected all parts of machines and tools from the junkyard. William had to stop going to school because his family had no money. അപ്പോൾ ഇതിൽ ആദ്യം ഏതാ വരിക? ആദ്യം വരുന്നതാണ് എന്ത്? വിത്തൗട്ട് ഫുഡ് മാലവി ബിഗെയിൻ ടു സ്റ്റാർവ്. എന്താണ്? ഫുഡില്ലാണ്ട് മാലവിക്ക് എന്താണ്? പട്ടിണിയായി വിശക്കാൻ തുടങ്ങി. ദെൻ രണ്ടാമത്തെ എന്ത് വരും? വില്യം ഹാഡ് ടു സ്റ്റോപ്പ് ഗോയിങ് ടു school because his family had no money.
എന്താണ് വില്യത്തിൻ്റെ ഫാമിലിക്ക് എന്താ പൈസ ഇല്ല, അപ്പോൾ വില്യത്തിന് എന്താണ് സ്കൂളിൽ പോകേണ്ടത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ എന്ത് വരും? ഹി ഫൗണ്ട് എ ലൈബ്രറി ആൻഡ് ലേൺഡ് അബൌട്ട് സയൻസ്. അപ്പോൾ ലൈബ്രറി ഫൗണ്ട് ചെയ്തു, ദെൻ സയൻസിനെ കുറിച്ച് പഠിച്ചു. ദെൻ അടുത്തത് ഹി സോ ദ പിക്ചർ ഓഫ് എ വിൻമിൽ ആൻഡ് ഡിസൈഡഡ് ടു ബിൽഡ് വൺ. അപ്പോൾ എന്താണ്, ഒരു വിൻമില്ലിൻ്റെ പിക്ചർ കണ്ടു, ദെൻ അങ്ങനത്തെ ഒന്ന് ബിൽഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഓക്കെ, ദെൻ ഇനി അടുത്തത് വില്യം കളക്റ്റഡ് ഓൾഡ് പാർട്സ് ഓഫ് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫ്രം എ ജങ്ക്യാർഡ്. അപ്പോൾ എന്താണ്, ഒരു ജങ്ക്യാർഡിൽ നിന്ന് ഓൾഡ് മെഷീനും അതിൻ്റെ പാർട്സും ഒക്കെ വില്യം കളക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ആറാമത്തെ ബിൽഡ് എ വിൻമിൽ ആൻഡ് യൂസ്ഡ് ഇറ്റ് ടു ലൈറ്റ് എ ബൾബ്. ഒരു വിൻമില്ല് ബിൽഡ് ചെയ്തു, ദെൻ അതുമൂലം എന്ത് ചെയ്തു, ഒരു ബൾബ് ലൈറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ താഴേക്ക് എടുത്തെഴുതുക. അവിടെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് 1 എന്നുള്ളിടത്ത് 1ൻ്റെ ഇവിടെ 1 എന്നുള്ളിടത്ത് എഴുതുക. അങ്ങനെ ഇത് ഫില്ല് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. അപ്പോൾ ആക്ടിവിറ്റി 4 എന്താ പറയുന്നത്? ജിയോഫ്രി ആൻഡ് ഹസ് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. ജിയോഫ്രി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഗിൽബർട്ട് സൂൺ അപ്പിയർഡ്. ക്യാൻ വി ഹെൽപ്പ് ദ ഇലക്ട്രിക് വിൻഡ്? ദേ ആസ്ക്ഡ് ഹിം. ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ, വില്യം സെഡ്. Why do you think William decided to involve his friends in making the windmill? അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം വില്യത്തിൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ ഈ വിൻമില്ല് ഉണ്ടാക്കുന്നതിന് വേണ്ടി വിളിച്ചത്? Can you think of situation from your life where you can do things alone and in groups? Write them down. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാവും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ തിങ്സ് ഐ ക്യാൻ ഡു അലോണിൽ കൂട്ടുകാർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാച്ച് TV, ഹിയർ മ്യൂസിക്, ഡ്രോയിങ് പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി. അപ്പോൾ ഇതൊക്കെ നമുക്ക് തിങ്സ് ഐ ക്യാൻ ഡു അലോണിൽ കൊടുക്കാം. ഇനി നെക്സ്റ്റ് തിങ്സ് ഐ ലവ് ടു ഡു ഇൻ ഗ്രൂപ്പ്സ്, അതായത് ഫ്രണ്ട്സായിട്ട് ഫാമിലിനായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിന് താഴെ എഴുതാം. ഗോ ഫോർ എ പിക്നിക്, ദെൻ സെലിബ്രേഷൻ, ടൂറ്, ഗ്രൂപ്പ് സ്റ്റഡി, പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറ്റേലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതന്നെ എഴുതണമെന്നില്ല. കൂട്ടുകാർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ദെൻ ഗ്രൂപ്പായി ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. ദെൻ ആക്ടിവിറ്റി 5 എന്ന് പറയുന്നത് 2 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് പഠിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് നോക്കി നോക്കാം. താഴെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ജയന്റ് പ്ലെയിൻ പിൻ വീൽ. He kept toy trucks with wheels made of bottle caps under his bed. William took them to the forest. These are actions that took place in the past. അപ്പോൾ എന്താണ് പാസ്റ്റ്? അതായത് മുന്നേ നടന്നിട്ടുള്ള കുറച്ച് ആക്ഷൻസിനെയാണ് ഇവിടെ ബോൾഡാക്കി കൊടുത്തിട്ടുള്ളത്. ക്ലോസ്ഡ്, ലുക്ക്ഡ്, കെപ്റ്റ്, ടുക്കൊക്കെ മുന്നേ പാസ്റ്റിൽ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ആക്ഷൻസ് ആണ്. ദ പാസ്റ്റ് ഫോം ഓഫ് ക്ലോസ് ആൻഡ് ലുക്ക് ക്യാൻ ബി ഫോംഡ് ബൈ ആഡിങ് ഡി ഓർ ED അറ്റ് ദ എൻഡ്. അപ്പോൾ എന്താണ് ക്ലോസ്, അതുപോലെ ലുക്ക്, അതിൻ്റെ ഒക്കെ പാസ്റ്റ് ഫോം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ക്ലോസിൻ്റെ കൂടെ D ചേർത്തു, അതുപോലെ തന്നെ ലുക്കിൻ്റെ കൂടെ ED ചേർത്തു. അപ്പോൾ അത്തരത്തിലുള്ള വേർഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റെഗുലർ വേർബ്സ്. എന്താണ്? റെഗുലർ ആയിട്ടുള്ള റെഗുലർ വേർബ്സ് ആണ്. അപ്പോൾ ഒരു വേർഡിൻ്റെ കൂടെ DO അല്ലെങ്കിൽ EDO ചേർത്താൽ അതിൻ്റെ പാസ്റ്റ് ഫോം കിട്ടുന്ന വേർബ്സിനെ നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് എന്തൊക്കെ? ക്ലോസ്, ക്ലോസ്ഡ്, ലുക്ക്, ലുക്ക്ഡ്, ജമ്പ്, ജംപ്ഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? റെഗുലർ വേർബ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ റെഗുലർ വേർബ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ എന്തായിരിക്കും ഇറഗുലർ ഫോംസ്, ഇറഗുലർ വേർബ്സ്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദ വേർഡ്സ് kept and took
ആർ ഓൾസോ ആക്ഷൻ വേർഡ്സ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള ആക്ഷൻ വേർഡ്സ് തന്നെയാണ് എന്ത് കെപ്റ്റ്, ടുക്ക് ഒക്കെ. ഓക്കെ, ബട്ട് ദീസ് വേർഡ്സ് ഹാവ് നോ ഡി ഓർ ഇ ഡി ഇൻ ദെയർ പാസ്റ്റ് ഫോംസ്. പക്ഷേ ഇതിനെന്താണ് ഡിയോ ഇ ഡിയോ ചേർത്തിട്ടല്ല ഇത് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ കെപ്റ്റിൻ്റെ ആണെങ്കിൽ കീപ്പാണ് കെപ്റ്റായത്, ടുക്കിൻ്റെ ആണെങ്കിൽ ടേക്കാണ് ടുക്കായത്. ഇനി ഫേർദർ എക്സാമ്പിൾസ് ആണ് എന്ത് സി, സോ. അപ്പോൾ അതൊക്കെ ഫേർദർ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതൊന്നും എന്താ ഡിയോ ഇ ഡിയോ ചേർത്താൽ നമുക്ക് പാസ്റ്റ് ഫോം കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്തരം വേർബ്സിനെയാണ് നമ്മൾ ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് ഡിഫർ ഇൻ ദെയർ പാസ്റ്റ് ഫോംസ്. റീഡ് ദ ഫോളോയിങ് ലെറ്റർ ആൻഡ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് വിച്ച് റെഫേഴ്സ് ടു ദ ആക്ഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. റൈറ്റ് ദം ഇൻ ദ സ്പേസ് ബിലോ. അപ്പോൾ താഴെ എന്താണ് എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻ വേർഡ്സ് എഴുതണം. അപ്പോൾ എന്താണ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ദെൻ പിന്നെ എന്താണ് ഡിയർ ഗ്രാൻഡ്മ, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പാർക്ക് വിത്ത് മോം. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്കിതിൻ്റെ മീനിങ് അത്ര നിർബന്ധമില്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. വി പ്ലേഡ് ഓൺ ദ റൈഡ്, ഷീ ബ്രോട്ട് മീ എ സ്മോൾ പേഴ്സ്, ലാസ്റ്റ് വീക്ക് വി ബേക്ക്ഡ് കുക്കീസ് ടുഗെദർ, നൗ ഐ ആം ലേണിംഗ് ടു റൈഡ് എ ബൈസിക്കിൾ, ഡാഡി ടീച്ചേഴ്സ് മീ എവറി ഡേ, ഐ മിസ് യു ഗ്രാൻഡ്മ, ലവ് അന്ന. അപ്പോൾ ഇതിലുള്ള ആക്ഷൻ വേർഡ്സ് നമ്മൾ പിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം എന്തൊക്കെ, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പാർക്ക് വിത്ത് മോം, വി പ്ലേഡ് ഓൺ ദ റൈഡ്, ഷീ ബോട്ട് മീ എ സ്മോൾ പേഴ്സ്, ലാസ്റ്റ് വീക്ക് വി ബേക്ക്ഡ് കുക്കീസ് ടുഗെദർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ദ ബൗൾ. അപ്പോൾ ഈ ബൗളിൽ എന്താ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദെയർ പാസ്റ്റ് ഫോംസ് ആൻഡ് പ്ലേസ് ഇൻ ദ കറക്റ്റ് ഐസ്ക്രീം കോൺ. അപ്പോൾ എന്താണ് റൈറ്റ് ദെയർ പാസ്റ്റ് ഫോം, അവരുടെ പാസ്റ്റ് ഫോം എഴുതിയിട്ട് പ്ലേസ് ദം ഇൻ ദ കറക്റ്റ് ഐസ്ക്രീം കോൺ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കോണിൽ പ്ലേസ് ചെയ്യുക. വൺ കോൺ ഈസ് ഫോർ റെഗുലർ വേർബ്സ് ആൻഡ് ദ അതർ ഈസ് ഫോർ ഇറഗുലർ വേർബ്സ്. അപ്പോൾ താഴെ 2 കോൺസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എന്തിനാണ് റെഗുലർ വേർബ്സ് എഴുതാനും ഒന്ന് ഇറഗുലർ വേർബ്സ് എഴുതാനുമാണ്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് റെഗുലർ വേർബ്സിൻ്റെ താഴെ എഴുതാം എഗ്രി, എഗ്രീഡ്, ടേൺ, ടേൺഡ്, എക്സ്പ്ലോർ, എക്സ്പ്ലോർഡ്, കുക്ക്, കുക്ക്ഡ്, എറൈവ്, എറൈവ്ഡ്. അപ്പോൾ എന്താണ് ഈ ഡിയോ ഇ ഡിയോ ചേർന്നിട്ടാണ് നമുക്ക് പാസ്റ്റ് ഫോംസ് കിട്ടിയത്. ഇനി ഇറഗുലർ വേർബ്സ് നോക്കാം. സ്പീച്ച്, സ്പോക്ക്, ടീച്ച്, ടോട്ട്, വിയർ, വോർ, ഫ്ലൈ, ഫ്ലൂ, ചൂസ്, ചോസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പിക്ചർ സ്റ്റോറിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാസ്റ്റ് ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ പാസ്റ്റ് ഫോംസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ അവിടെ നമുക്കൊരു ഹിൻറ്റ് പോലെ തന്നിട്ടുണ്ട്. സിറ്റ്, ലുക്ക്, റിക്വസ്റ്റ്, സിങ്, ഫോൾ ഡൗൺ, ക്യാച്ച്, ഗോ, ആസ്ക്, റൺ, ഡ്രോ, ഹോൾഡ്, ഫ്ലൈ, ബിക്കം, ഫൈൻഡ്. അപ്പോൾ ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അപ്പോൾ ഇനി നമ്മൾ സ്റ്റോറി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഒരെണ്ണം അവർ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. വൺ ഡേ എ ക്രോ ഫൗണ്ട് എ പീസ് ഓഫ് കേക്ക് ആൻഡ് ഫ്ലൂ വിത്ത് ഇറ്റ് ഓൺ ടു എ ട്രീ. അപ്പോൾ ഒരു ദിവസം ഒരു കാക്കയ്ക്ക് എന്ത് കിട്ടി, ഒരു കേക്കിൻ്റെ പീസ് കിട്ടി. അപ്പോൾ ആ കേക്കിൻ്റെ പീസായിട്ട് കാക്ക എന്ത് ചെയ്തു, ഈ മരത്തിൻ്റെ മേലേക്ക് ഫ്ലൂ, പറന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമ്മൾ പിക്ചർ നോക്കി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത് എഴുതി നോക്കാം. അപ്പോൾ എന്ത് എഴുതാം, എ ഹംഗ്രി ഫോക്സ് സോ ദ ക്രോ വിത്ത് ദ കേക്ക് ആൻഡ് വാണ്ടഡ് ഇറ്റ്. അപ്പോൾ എന്താണ്, ഒരു വിശന്നിട്ടുള്ള ഒരു കുറുക്കൻ എന്ത് ചെയ്തു, ഈ കേക്ക് പിടിച്ചിട്ടുള്ള കാക്കനെ കണ്ടു. അങ്ങനെ ഈ കുറുക്കൻ എന്ത് ചെയ്യണം, അത് വേണം. പിന്നെ അടുത്ത് നമുക്ക് എന്ത് എഴുതാം, ദ ഫോക്സ് ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ഡിയർ ക്രോ യു സിങ് സോ വെൽ, ക്യാൻ യു സിങ് എ സോങ് ഫോർ മീ.
അപ്പോൾ എന്താണ്, അപ്പോൾ കുറുക്കൻ, ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കഥയാണ്. അപ്പോൾ കുറുക്കൻ പറയാണ്, നീ നന്നായി പാട്ട് പാടുമെന്ന് കേട്ടല്ലോ, അപ്പോൾ നീ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുമോ എന്ന് കുറുക്കൻ എന്ത് ചെയ്തു, കാക്കനോട് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എന്താ, കാക്ക എന്തുണ്ടായേ, ക്രോ വാസ് വെരി ഹാപ്പി ആൻഡ് ബിഗെയിൻ ടു സിങ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ കാക്കക്ക് വളരെയധികം സന്തോഷമായി. എന്നിട്ട് കാക്ക എന്ത് ചെയ്യാണ്, പാട്ട് പാടാനായിട്ട് തുടങ്ങുകയാണ്. ആസ് ദ ക്രോ സാങ് ദ കേക്ക് ഫെൽ ഡൗൺ ഫ്രം ഇറ്റ്സ് ബീക്ക്. അപ്പോൾ എന്താണ്, കാക്ക പാട്ട് പാടാനായിട്ട് തുടങ്ങുമ്പോൾ എന്താണ്, കാക്കയുടെ കൊക്കിൽ നിന്നിട്ട് ആ കേക്ക് താഴെ വീണു. ഈ നെക്സ്റ്റ് എന്താ കാണുന്നത്, ആ കുറുക്കൻ ആ കേക്ക് ആയിട്ട് സന്തോഷമായിട്ട് പോവാണ്. The fox quickly caught the cake and ran away happily. അപ്പോൾ എന്താണ്, കുറുക്കൻ എന്തിനു വേണ്ടിയിട്ടാണ് കാക്കനോട് പാട്ട് പാടാൻ പറഞ്ഞത്, പാട്ട് പാടുമ്പോൾ വായിലുള്ള കേക്ക് താഴെ വീഴില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് അതായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ കേക്ക് കിട്ടിയപ്പോൾ കുറുക്കൻ എന്ത് ചെയ്തു, സന്തോഷമായിട്ട് ആ കേക്ക് ആയിട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിക്ചർ സ്റ്റോറി എഴുതാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് നോട്ടീസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ കൊടുത്ത വേർഡ്സ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. Chickens quacked, dogs howled, and neighbors shook their heads. The words in italics are sound made by chicken and dogs. അപ്പോൾ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള സൗണ്ട്സ് ആയിട്ടുള്ള സ്ക്വാക്ഡ്, അതുപോലെ ഹോൾഡ് എന്നൊക്കെ എന്താണ്, ഈ ചിക്കനും ഡോഗ്സും ഉണ്ടാക്കുന്ന സൗണ്ട്സ് ആണ്. സിമിലർലി meow is the sound made by a cat and whoosh is the sound made by the wind. അപ്പോൾ അങ്ങനെ ഇതുപോലെ പൂച്ച ഉണ്ടാക്കുന്ന സൗണ്ടാണ് മ്യാവ്, അതുപോലെ എന്താണ്, കാറ്റുണ്ടാക്കുന്ന സൗണ്ടാണ് വൂസ്. There are many words like the above which represent sounds. അപ്പോൾ ഇതുപോലെ സൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട്. It's raining outside. The raindrops pitter patter on the window. The thunder goes boom in the sky. അപ്പോൾ ഇവിടെ സൗണ്ട്സ് പറയുന്നുണ്ട്. ഏതൊക്കെ സൗണ്ടാണ്, റെയിൻ ഡ്രോപ്പിൻ്റെ സൗണ്ട് ആയിട്ടുള്ള പിറ്റർ പാറ്റർ. ഇതിന് അടുത്തത് എന്താണ്, തണ്ടറിൻ്റെ സൗണ്ട് ആയിട്ടുള്ള ബൂം. ഓക്കെ, ഹേയ് ഡിഡ് യു ഹിയർ ദാറ്റ് ബസ് ബസ്. അപ്പോൾ എന്താണ്, ഈ ബീയുടെ സൗണ്ടാണ് എന്ത്, ബസ് ബസ്. ദേ ആർ ബി ഫ്ലൈയിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. അപ്പോൾ മറ്റേ കുട്ടി പറയാണ് അതെന്താണ്, ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ പറക്കുന്ന ബീ ആണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് എന്ത്, ബസ് ബസ്. Pick out the appropriate sounds from words from the list given below. Write them below the pictures. അപ്പോൾ എന്തൊക്കെയാണ്, whistle, bang, splash, hiss, sizzle, click, boom, ring, buzz. അപ്പോൾ ഈ സൗണ്ട്സ് നമ്മൾ താഴെ എടുത്ത് എഴുതണം. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, അപ്പോൾ ആ സൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സ്പ്ലാഷ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിഷസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ, അതാണ് എന്ത്, സിസൽ. ഇനി നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആ സൗണ്ടിന് പറയുന്നതാണ് ക്ലിക്ക്. ഫോൺ അടിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഫെമിലിയർ ആണല്ലേ, റിങ്. ദെൻ സ്നേക്കിൻ്റെ ഹിസ്, ദെൻ നമുക്കറിയാം വിസിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. ആകാശ് ആൻഡ് വീണ ആർ റിപ്പോർട്ടേഴ്സ്. അപ്പോൾ ആകാശും വീണയും ആരാണ്, റിപ്പോർട്ടേഴ്സ് ആണ്. ദേ വാണ്ട് ടു റിപ്പോർട്ട് അബൌട്ട് ദ വില്ലേജ് ഇൻ മാലവി. അപ്പോൾ മാലവിയിലുള്ള വില്ലേജിനെ കുറിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. Then look at the beginning of the report on the village. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ദ റിപ്പോർട്ട് യു മേ യൂസ് ദ ഫോളോയിങ് ഹിൻസ്. എന്ത് ചെയ്യണം, ഈ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് താഴെ തന്നിട്ടുള്ള ഹിൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഫെയിലിയർ ഓഫ് ക്രോപ്സ്, ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റി, ലാക്ക് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ലിറ്റിൽ ഫുഡ് ടു ഈറ്റ് സ്റ്റുഡൻസ്, മിസ്സിങ് ദ ക്ലാസ്സസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ്, സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ആകാശ് ആൻഡ് വീണ റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം എ സ്മോൾ വില്ലേജ് ഇൻ മാലവി. അപ്പോൾ എന്താണ്, അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പറയാണ്, ഇത് ആകാശ്, ഇത് വീണ എന്ത് ചെയ്യാണ്, ഞങ്ങൾ മാലവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ വില്ലേജിൽ നിന്നാണ്. ഹിയർ പീപ്പിൾ ആർ ഫേസിങ് ഹാർഡ് ടൈംസ് വിത്ത് നോ റെയിൻ. അപ്പോൾ ഇവിടെ എന്താണ്, മഴയില്ലാണ്ട് ജനങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് എഴുതി നോക്കാം.
അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി എഴുതി നോക്കാം. ദ ക്രോപ്സ് ഹാവ് ഫെയിൽഡ്, സോ ദ ഫാമേഴ്സ് ഹാവ് നോ ഫുഡ് ടു സെൽ ഓർ ഈറ്റ്. അപ്പോൾ ക്രോപ്സ് ഒക്കെ ആകെ നാശമായി. അപ്പോൾ അവിടെയുള്ള ഫാമേഴ്സിന് എന്താണ് വിൽക്കാനുള്ളതും കഴിക്കാനുള്ളതുമായിട്ടുള്ള ഫുഡൊന്നുമില്ല. ദർ ഈസ് വെരി ലിറ്റിൽ ഫുഡ് ഇൻ ദ വില്ലേജ്. അപ്പോൾ വില്ലേജിൽ വളരെ കുറച്ച് ഫുഡാണുള്ളത്. മെനി ഫാമിലീസ് ആർ ഗോയിങ് ഹംഗ്രി എവറി ഡേ. അപ്പോൾ എല്ലാ ഫാമിലീസും വളരെയധികം വിശപ്പിലാണ്, ഹംഗ്രിയിലാണ്. ദർ ഈസ് നോ ഇലക്ട്രിസിറ്റി in the houses at night, people have to sit in the dark. അപ്പോൾ അവിടെ ഒന്നും ഇലക്ട്രിസിറ്റി ഇല്ല, രാത്രിയൊക്കെ ഇരുട്ടത്താണ് ആൾക്കാർ ഇരിക്കേണ്ടി വരുന്നത്. there is also no clean water, drinking water. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള കുടിക്കാൻ പോലും വെള്ളമില്ല. people have to walk very far to get water. അപ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടി വളരെയധികം ദൂരം ഈ ജനങ്ങൾ നടക്കണം. the water is not safe to drink and some people are getting sick. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് കുടിക്കാൻ ഒട്ടും സേഫ് അല്ല, കുറേ പേർക്ക് അസുഖങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. മെനി ചിൽഡ്രൻ ആർ നോട്ട് ഏബിൾ ടു ഗോ ടു സ്കൂൾ. അപ്പോൾ കുറേ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊന്നും പറ്റുന്നില്ല. ദേ മിസ് ദ ക്ലാസ് ആൻഡ് കനോട്ട് സ്റ്റഡി വെൽ. അപ്പോൾ അവരുടെ ക്ലാസ്സൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ശരിക്കും പഠിക്കാൻ പറ്റുന്നില്ല. ദ വില്ലേജസ് ആർ വെരി സാഡ് ആൻഡ് വറീഡ്. ദേ ആർ ഹോപ്പിംഗ് ഫോർ റെയിൻ ആൻഡ് ഹെൽപ്പ് ഫ്രം ഗവൺമെൻറ്. അപ്പോൾ എന്താണ്, ഈ വില്ലേജസൊക്കെ വളരെയധികം വിഷമത്തിലാണ്. അവർ എന്താണ് മഴയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനോട് സഹായം തേടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ബുക്ക് ഫെയർ, ഇനാഗുറേഷൻ ഓഫ് ഇംഗ്ലീഷ് ക്ലബ്ബ്, ഓപ്പണിംഗ് ഓഫ് എ ന്യൂ പ്ലേ ഗ്രൗണ്ട്, സ്കൂൾ ആനിവേഴ്സറി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇനാഗുറേഷൻ ഓഫ് ഇംഗ്ലീഷ് ക്ലബ്ബാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. Good morning everyone. Today a special event took place in our school, the inauguration of the English club. അപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഇവൻറ്റ് നടത്തുന്നുണ്ട് സ്കൂളിൽ, അതെന്താണ്, ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഇനാഗുറേഷൻ ആണ്. The program started at 10 AM in the school auditorium. പ്രോഗ്രാം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. All students of class 6 to 8 gathered exactly to witness the event. അപ്പോൾ എന്താണ്, എല്ലാ സ്റ്റുഡൻസും 6ാം സീറ്റും 8ാം സീറ്റും എന്താണ് ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്, എന്താണ് ഈ ഇവൻറ്റ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ബിലോവ്ഡ് ഹെഡ് മിസ്ട്രസ് മിസ്സിസ് അനിത ടീച്ചർ വെൽക്കം എവറി വൺ വിത്ത് എ വാം സ്മൈൽ. അപ്പോൾ എന്താണ്, ഒരു ടീച്ചറുടെ പേര് കൊടുത്തിട്ടുണ്ട്, അനിത മിസ് എന്താണ് എല്ലാവരുടെയും എന്താണ് വെൽക്കം ചെയ്തിട്ടുണ്ട്. ദ ക്ലബ് വാസ് ഒഫീഷ്യലി ഇനാഗുറേറ്റഡ് ബൈ അവർ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ രാജേഷ് കുമാർ, എ വെൽ നോൺ ഇംഗ്ലീഷ് ടീച്ചർ ആൻഡ് സ്റ്റോറി ടെല്ലർ. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ടീച്ചറും സ്റ്റോറി ടെല്ലറുമായിട്ടുള്ള മിസ്റ്റർ രാജേഷ് ആണ് എന്ത് നമ്മുടെ ചീഫ് ഗസ്റ്റ്. ഹി ലൈറ്റ് ദ ലാമ്പ് ആൻഡ് ഗേവ് എ ഷോർട്ട് സ്പീച്ച് എൻകറേജിങ് us to speak in English and enjoy learning this language. The event ended with a vote of thanks by our class and leader, and everyone left the hall feeling happy and inspired to use English more in our daily lives. It was truly a memorable day. അപ്പോൾ എന്താണ്, രാജേഷ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ക്ലാസ് ചെയ്യും. പിന്നെ നമ്മുടെ ക്ലാസ്സുകാർ പറയുന്ന ഒരു വോട്ട് ഓഫ് താങ്ക്സോട് കൂടിയിട്ട് എന്താണ് ഇത് എൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ഏതൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. പിന്നെ അടുത്ത ലാസ്റ്റ് ആക്ടിവിറ്റി 8 ആണ്. ഹിയർ ഈസ് എ ലൈവ് റിപ്പോർട്ട് ഓഫ് സ്കൂൾ ബുക്ക് ഫെയർ. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, റീഡ് ഇറ്റ് കെയർഫുള്ളി ആൻഡ് എഡിറ്റ് ഇറ്റ്. അപ്പോൾ എന്താണ്, സ്കൂൾ ബുക്ക് ഫെയറിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ്, കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ സാധാരണ മിസ്റ്റേക്സ് ഉള്ളത് ബോൾഡായിട്ടോ അണ്ടർലൈൻ ആയിട്ടോ ഒക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ ഇതിലൊന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ലൈവ് റിപ്പോർട്ട് സ്കൂൾ ബുക്ക് ഫെയർ ഇനാഗുറേഷനിൽ എന്താണ് സ്പെല്ലിങ് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. INAUGURATION. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കി നോക്കാം. ഗുഡ് മോർണിംഗ്, വി ആർ ലൈവ് ഫ്രം
ലൈവ് ഫ്രം GUPS വഴിയോരം. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ വി എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം. വേർ ദ സ്കൂൾ ബുക്ക് ഫെയർ ഹാഡ് ജസ്റ്റ് ബിഗിൻ ഇനാഗുറേറ്റഡ്. ഇനാഗുറേറ്റഡിൽ എന്താണ്? സ്പെല്ലിങ് തെറ്റാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക. ദ ഈവൻ വാസ് ഓവർ പ്രിസൈഡഡ് അല്ല വരിക. അവിടെ എന്താണ് വരിക? പ്രിസൈഡഡ് ഓവർ എന്നാണ് വരിക. ബൈ ദ ഹെഡ് മിസ്ട്രസ് മിസ്റ്റർ നീത എസ് കുമാർ. അപ്പോൾ എന്താണ് അവിടെ വരിക? അവിടെ നിതയിൽ ക്യാപിറ്റൽ ലെറ്ററാണ്, N ആണ് വരിക. ഓക്കെ. ആൻഡ് ഇനാഗുറേറ്റഡ് ബൈ ഡോക്ടർ സജീവ്. ഡോക്ടർ സജീവിൽ D ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, എസും ക്യാപിറ്റൽ ആയിരിക്കണം. ഹു ഹൈലൈറ്റ് എന്നല്ല വരിക. അവിടെ ഹു ഹൈലൈറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ്. എ ടോട്ടൽ ഓഫ് 13 പബ്ലിഷേഴ്സ് ആർ. ഈസ് അല്ല വരിക, 13 പബ്ലിഷേഴ്സ് ആണ്. അപ്പോൾ അവിടെ ആറാണ് വരിക. ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഷോക്കേസിംഗ് സ്റ്റോറി ബുക്സ്, educational books and reference materials. Students and parents will അല്ല വരിക. അവിടെ എന്താ വരിക? ആർ. സ്റ്റുഡൻസും പാരൻസും 2 പേരുണ്ട്. അപ്പോൾ അവിടെ ആറാണ് വരിക. ആർ enthusiastically exploring the stalls and the head mistress spoke about how reading shape അല്ല വരിക, shapes ആണ് വരിക. shapes children future. We wonder which book will be your favorite today. അപ്പോൾ അവിടെ you are എന്നല്ല വരിക, യുവർ എന്നാണ് വരിക. ഓക്കെ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ലെസൺസും അതിൻ്റെ ചാപ്റ്ററും അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത്ര കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.